നമ്മുടെ ഡോങ്ലി അണ്ണന്റെ ഏറ്റവും പുതിയ മൂവി ആയിട്ടുള്ളത് ഈ റൗണ്ട് ഓഫ് പണിഷ്മെന്റ് റിലീസ് ആയിട്ടുണ്ടായിരുന്നു. 2017 റിലീസായത് ഈ ഔട്ട്ലോസ് എന്ന മൂവി ഫ്രാഞ്ചൈസിയുടെ 4th ഫിലിമാണ്. ശരിക്കും ഈ ഒരു മൂവി ഇന്ത്യൻ റിലീസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇവിടെ നിന്ന് റിലീസ് ആയിട്ടില്ല. ഇപ്പോൾ ഡിജിറ്റലി റിലീസ് ആയിട്ടുണ്ട് ഈ ഒരു മൂവി. ഈ ഒരു മൂവി കാണാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മളെ ഡോങ്ലി അണ്ണൻ തന്നെയാണ്. കാരണം അണ്ണന്റെ ആ ഒരു പഞ്ചും ആ ഒരു സ്മൈലും മാത്രം മതി ആ ഒരു എൻഡിയർ മൂവി വേറെ വൈബ് ആയിരിക്കും. അണ്ണന്റെ പഞ്ച് എന്നൊക്കെ പറയുന്നത് ഞാൻ എടുത്തു വരേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. ഒന്ന് കിട്ടി അവിടെ കിടന്ന് ഉറങ്ങാം, അമ്മാതിരി പഞ്ചാണ് അണ്ണന്റെ എന്ന് പറയുന്നത്. സോ ഈ ഒരു മൂവിയിലോട്ട് വരുമ്പോൾ നമ്മൾ ഔട്ട്ലോയിൽ കണ്ടതുപോലെ തന്നെയാണ് ഒരു ക്രൈമും. സോ അതിന് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു പോകുന്ന ഒരു ടീം പിന്നീട് ആ ഒരു ക്രൈം സോൾവ് ചെയ്യുന്നു. സോ അതേ പാറ്റേൺ തന്നെയാണ് ഈ സ്റ്റോറി ടെല്ലിംഗ് വരുന്നത്. ഔട്ട്ലോ പോലെ അത്ര കിടിലാണോ എന്ന് ചോദിച്ചാൽ ആ ഒരു ലെവലിൽ ഈ ഒരു മൂവിയുടെ സ്റ്റോറി ടെല്ലിംഗ് എത്തിയിട്ടില്ല. പക്ഷെ ആ ഒരു പ്രസന്റേഷൻ ആയാലും ക്യാരക്ടേഴ്സ് ആയാലും എല്ലാം നൈസ് ആയിരുന്നു. ഇതുവരെ ഔട്ട്ലോ കാണാത്തവരാണ് നിങ്ങൾ കണ്ടുപോകണം കേട്ടോ. സീരിയസ്ലി ഒരു അടിപൊളി ക്രൈം ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ്. അതിലെ സ്റ്റോറി ടെല്ലിംഗ് ആയാലും അതിലെ വില്ലൻ ആയാലും എല്ലാം കിടിലാണ്. ആ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്ന ആ ഒരു 2002 2005 ഇടയ്ക്ക് കൊറിയയിൽ നടന്നിട്ടുള്ള ഒരു ഇൻസിഡൻസിനെ റിലേറ്റ് ചെയ്ത ഒരു മൂവിയാണ്. അതുകൊണ്ട് തന്നെ അത്ര കിടിലായിട്ടാണ് ആ ഒരു മൂവി പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് നമ്മൾ ഓൺലൈൻ ഗെയിംസ് ആയിട്ടുള്ള റമ്മി, കാസിനോ, സോ അങ്ങനത്തെ ഗെയിംസ് ഒക്കെ വെച്ചിട്ട് ഒരു ക്രൈം നടത്തുന്ന ഒരു ടീം. സോ ആ ഒരു ക്രൈം അല്ലെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഒക്കെയാണ് സിനിമ സംസാരിക്കുന്നത്. ത്രൂ ഔട്ട് ദ മൂവി ആ ഒരു സ്റ്റോറി എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എൻഗേജിംഗ് ആയിട്ടുള്ള എലമെന്റ്സ് ഒന്നും വളരെ കുറവായിരുന്നു. ആകെ 1-2 ഒക്കെ ഉള്ള ആ ഒരു എൻഗേജിംഗ് ആയിട്ടൊക്കെ നമുക്ക് കാണുമ്പോൾ ഒരു നൈസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ സ്റ്റോറി വാസ് ഭയങ്കര ഫ്ലാറ്റ് ആയിട്ട് ഭയങ്കര പ്രിഡിക്റ്റബിൾ ആണ്. നമുക്ക് എല്ലാം സിനിമ സ്റ്റാർട്ട് ചെയ്ത് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് ഇത് എങ്ങനെ പോയി എൻഡ് ചെയ്യുന്നൊക്കെ. ആ രീതിയിലാണ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി ടെല്ലിംഗ് വരുന്നത്. പക്ഷെ നമുക്ക് ആ ഒരു നൈസ് വൈബ് തരുന്ന ഈ ഒരു മൂവിയിലെ ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസും ആ ഒരു ക്യാരക്ടർ പ്രസന്റേഷനും ആ സിറ്റുവേഷനൊക്കെ തന്നെയാണ്. കാരണം നമ്മുടെ ഡോങ്ലി അണ്ണനായാലും അവരുടെ ടീം ആയാലും അല്ലെങ്കിൽ സിനിമയിൽ വന്നു മറ്റുള്ള ക്യാരക്ടേഴ്സ് ആയാലും എല്ലാം അടിപൊളിയായിരുന്നു. മെയിൻലി എടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ വില്ലന്റെ ഒരു കാര്യം തന്നെ ഫസ്റ്റ് പാർട്ടിനെ വെച്ച് നോക്കുമ്പോൾ അത്രയും ഒരു ലെവൽ ഓഫ് വില്ലൻ എത്തിയിട്ടില്ലെങ്കിൽ പുള്ളിക്കാരന്റെ ഒരു സ്റ്റൈൽ, ആ ഒരു സ്ക്രീൻ പ്രസൻസ് ആയാലും ബാക്കിയുള്ള ആറ്റിറ്റ്യൂഡ് ആയാലും എല്ലാം നൈസായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിൽ വരുന്ന മറ്റുള്ള സീക്വൻസ് ഇപ്പം എടുത്തു പറയുകയാണെങ്കിൽ കോമഡി എലമെന്റ്സ് ഒക്കെ ചെറുതായിട്ട് അവിടെ നിന്നൊക്കെ വരുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ വർക്ക്ഔട്ട് ആവുന്നുണ്ട്. ഒരു ക്യാരക്ടറിനെ വെച്ചിട്ട് ഒരു കോമഡി സീക്വൻസ് തന്നെ ഒരു എൻ്റെ മൂവി ഇങ്ങനെ ബിൽഡ് ചെയ്ത് പോകുന്നുണ്ട്. ഞാൻ ആ ക്യാരക്ടർ എന്താണോ സിറ്റുവേഷൻ എന്താണെന്ന് പറയുന്നില്ല, ജസ്റ്റ് കണ്ടു നോക്കുമ്പോൾ മനസ്സിലാവും. സോ ആ ഒരു കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. സോ എൻ്റെ മൂവി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഡോങ്ലി അണ്ണനും അല്ലെങ്കിൽ ഈ ഔട്ട്ലോ എന്ന മൂവി ഫ്രാഞ്ചൈസി ഒക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നല്ലൊരു ട്രീറ്റ് തന്നെ ആയിരിക്കും. ഒരു പക്ക കിടിലം ക്രൈം ഇൻവെസ്റ്റിഗേഷൻ മൂവി ഞാൻ ഒരിക്കലും പറയുന്നില്ല, അല്ലെങ്കിൽ ഔട്ട്ലോ പോലത്തെ ഒരു മൂവിയാണെന്ന് പറയുന്നില്ല. കാരണം അതിന്റെ ലെവൽ പോലും ഇല്ല ഈ ഒരു മൂവി എന്ന് പറയുന്നത്. പക്ഷെ എന്നാലും നൈസായിട്ട് ഒരു 1.5 മണിക്കൂർ കാണാൻ പറ്റിയ ഒരു മൂവി തന്നെയാണ്. അധികം ബോറടിപ്പിക്കാതെ അല്ലെങ്കിൽ ലാഗ് എടുപ്പിക്കാതെ ക്യാരക്ടേഴ്സ് ആയാലും സ്റ്റോറി ടെല്ലിംഗ് ആയാലും എല്ലാം നൈസായിട്ട് തന്നെ മൂവിയിൽ കാണിക്കുന്നുണ്ട്. ഒരിക്കലും ഇതിനു മുമ്പുള്ള മൂവീസോ അല്ലെങ്കിൽ ഔട്ട്ലോ എന്ന ഒരു മെയിൻ മൂവി വെച്ചിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത്. അല്ലാതെ ഡോങ്ലി അണ്ണന്റെ ഒരു പടം എന്ന രീതിയിൽ കാണുകയാണെങ്കിൽ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും ഈ മൂവി. എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഡോങ്ലി അണ്ണൻ ഫാൻസ് ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും മൂവി മിസ് ചെയ്യരുത്. ഒരുപാട് കിടലും പഞ്ചൊക്കെ ഉണ്ട്. സോ എന്തായാലും കണ്ടു നോക്കുക. ഓൾറെഡി ഈ മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.